നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാള സിനിമാ ചലച്ചിത്ര ലോകത്ത് തലയ്ക്ക് മുകളിൽ ഒരു ബോംബാണ് വലിയ രീതിയിൽ ഏത് നിമിഷവും പൊട്ടുവാനായിട്ട് നിൽക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ അമ്മ എന്ന സംഘടനയ്ക്കെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുകയാണ്. കുറച്ചു ദിവസത്തെ മൗനത്തിന് ശേഷം അമ്മ സംഘടന ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും അതിലെല്ലാം തന്നെ വലിയ രീതിയിൽ ഇരയ്ക്കൊപ്പമാണ് നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് നടൻ സിദ്ദിഖിന്റെ അമ്മ ജനറൽ സെക്രട്ടറിയാണ് സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നത്. അതിന് പിന്നാലെ തന്നെ നടൻ ജഗദീഷ് നടത്തിയ നിലപാട് പറയൽ അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുകയും ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്കിടയിൽ ഒരു ഭിന്നത തന്നെ രൂപപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിനിടയിലാണ് നടനും അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖിന്റെ ആത്മകഥ പ്രകാശനം ചെയ്തിരിക്കുന്നത്. അഭിനയമറിയാതെ എന്ന പേരിട്ടിരിക്കുന്ന ആത്മകഥ കൊച്ചിയിൽ വെച്ചാണ് പ്രകാശനം ചെയ്തത്. ലിബി പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. കുടുംബാംഗങ്ങളും സിനിമാ മേഖലയിലെ സുഹൃത്തുക്കളും ചേർന്നാണ് ആത്മകഥ പുറത്തിറക്കിയത്. പുസ്തകം മമ്മൂട്ടിയെ കൊണ്ട് പ്രകാശനം ചെയ്യിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹമെന്നും എല്ലാ നല്ല കാര്യങ്ങളുടെ തുടക്കത്തിലും അദ്ദേഹം ഉണ്ടാകാറുണ്ടായിരുന്നുവെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. ജീവിതത്തിലും സിനിമയിലും പലപ്പോഴായി ഉണ്ടായ അനുഭവങ്ങളെ പുസ്തക രൂപത്തിലാക്കുകയായിരുന്നുവെന്ന് നടൻ പറഞ്ഞു. അതേസമയം സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സിദ്ദിഖ് ഇന്നലെ സ്വാഗതം ചെയ്തിരുന്നു. മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ല, പവർ ഗ്രൂപ്പ് ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും ആർക്കും ആരുടെയും അവസരങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകളെല്ലാം നടപ്പിൽ വരുത്തണമെന്നാണ് ആവശ്യപ്പെടുന്നതെന്നും സിദ്ദിഖ് പറഞ്ഞു. ഹേമ കമ്മിറ്റി പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അമ്മയെയല്ല, മാധ്യമങ്ങൾ ഞങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിൽ വിഷമമുണ്ടെന്നും തെറ്റ് ചെയ്തവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അമ്മ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് ഇക്കാര്യം പറഞ്ഞത്. നിലപാട് വ്യക്തമാക്കാൻ അഭിനേതാക്കളുടെ സംഘടന അമ്മ വിളിച്ച പത്രസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാമർശം വിവാദമായി. ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ അടച്ചാക്ഷേപിക്കരുതെന്നും സിദ്ദിഖ് പറഞ്ഞതിനെതിരെ അമ്മ വൈസ് പ്രസിഡന്റ് ജഗദീഷ് രംഗത്തെത്തി. നിസ്സാരവൽക്കരിക്കരുതെന്നും ഒറ്റപ്പെട്ടതാണെങ്കിലും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. ആരോപിതർ അഗ്നിശുദ്ധി വരുത്തട്ടെ എന്നും പറഞ്ഞു. വിവരാവകാശ കമ്മീഷൻ വിലക്കാത്ത വിവരങ്ങൾ മുഖ്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പ് പുറത്തുവിട്ടതെന്ന് വ്യക്തമായതോടെ സർക്കാർ കടുത്ത പ്രതിരോധത്തിലായി. അതീവ ഗുരുതര വിഷയത്തിൽ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹൈക്കോടതി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ വിവാദം. പ്രതിപക്ഷ ആക്രമണത്തിലും ഇത് മൂർച്ചകൂട്ടി. പോക്സോ കേസ് ചുമത്താനുള്ള വെളിപ്പെടുത്തലും ഉൾപ്പെട്ട റിപ്പോർട്ടിൽ സർക്കാരിന്റെ സമീപനത്തിൽ CPM-ലും LDF-ലും അതൃപ്തി പുകയുന്നു. പൊതുവികാരം എതിരാണെന്ന് തിരിച്ചറിഞ്ഞാണ് സർക്കാർ ഒന്നും വെട്ടിയില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് വാർത്താ സമ്മേളനം വിളിച്ച് പറയേണ്ടി വന്നത്. അതിനിടെ ചലച്ചിത്ര അക്കാദമി ചെയർമാനും ഇടത് അനുഭാവിയുമായ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖ മിത്ര പീഡന ശ്രമ ആരോപണം ഉയർത്തിയതും നാണക്കേടായി. പാലേരി മാണിക്യത്തിൽ ഓഡീഷന് ഹോട്ടലിലെത്തിയപ്പോൾ രഞ്ജിത്ത് കഴുത്തിൽ സ്പർശിച്ചെന്നും തട്ടിമാറ്റി രക്ഷപ്പെട്ടെന്നുമാണ് ആരോപണം. രഞ്ജിത്ത് ഇത് നിഷേധിച്ചു. രഞ്ജിത്തിന്റെ രാജി പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. സർക്കാരിന്റെ പ്രതികരണമാണ് ഇനി അറിയേണ്ടത്.